ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ അല്ലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അല്ലിയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റിൻ്റെ അൺബോക്സിംഗ് ഒക്കെയാണ് ഈ വീഡിയോയിൽ. എനിക്ക് അൺബോക്സിങ് വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലുള്ള ആൾക്കാർ കാണുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ ബർത്ത്ഡേയുടെ ഫുൾ വ്ലോഗ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് ഈ ഒരു ചെയറാണ്. അല്ലിക്ക് ഇപ്പോൾ ഈ ചെയറിലേ ഇരിക്കും. നല്ലൊരു ഭംഗിയുള്ള ചെയറാണ്. നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും അതിൽ മറ്റേ പി സൗണ്ടൊക്കെ കേൾക്കും. രാത്രി നല്ല രസമായിരിക്കും കേട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ചെയറാണ് നമുക്ക് കിട്ടിയത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ചെയർ. പിന്നെ നമ്മൾക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു കുട്ടി, ഒരു സുന്ദരി കുട്ടിയാണ്. നല്ല ഭംഗിയുണ്ട്. ആൾ കിട്ടിയപ്പോൾ തൊട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് നടക്കുമായിരുന്നു. പിന്നെ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഒരു സൈക്കിള്. പിന്നെ ആരൊക്കെയാണ് തന്നത് അങ്ങനെയൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സർപ്രൈസ് വീഡിയോ ഒക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഇതിലിടുന്നുണ്ട്. അല്ലിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ സർപ്രൈസ് ആയിട്ട് കൊടുത്തപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി. അവൾക്ക് സൈക്കിൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അവൾക്ക് കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനത്തെ അതാണ് അടുത്തത്. പിന്നെ നമുക്ക് കിട്ടിയത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല ക്യൂട്ടായിട്ട് പോക്കോ എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അപ്പം അതാണ് നമുക്ക് അടുത്തത് കിട്ടിയത്. പിന്നെ കിട്ടിയത് ഈ 2 ടെഡിയാണ്. ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് നല്ല വൈറ്റ് കളറിൽ ഒരു 2 ടെഡി. അല്ലി ഇങ്ങനെ ഇതിനെ കുഞ്ഞുട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ ടെഡി ഐറ്റംസിൻ്റെ എല്ലാം അവൾ കുഞ്ഞുട്ടൻ എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പം അല്ലിയുടെ കുഞ്ഞുട്ടൻ 2 എണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ കുഞ്ഞുട്ടനായി. അങ്ങനെ ഇത് 2 എണ്ണം നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അടുത്തത് നമുക്ക് കിട്ടിയത് അത് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് തന്നെയാണ്. പേര് അതിൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് 2 എണ്ണം. പിന്നെ നമ്മളുടെ അല്ലിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ട്രോളി ബാഗ് പോലെ. പിന്നെ കുറച്ച് ഗേളി ഐറ്റംസ്, കുട്ടികളുടെ കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ട് ക്ലിപ്പ്, ചെപ്പൽ, അതൊക്കെ കുറച്ച് കളിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. ഇടാൻ പറ്റത്തില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ കളിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. പിന്നെ ബോയ്, സ്ലൈഡ്, ക്ലിപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൂടെ ഒരു ട്രോളി ബാഗിൽ ഇങ്ങനെ തുറന്നിട്ട് അതിനകത്തുള്ളതൊക്കെ അടച്ച് വയ്ക്കാം. പിന്നെ ആ കയ്യിൽ ഇത് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നമുക്കിങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ നടക്കാം. അങ്ങനത്തെ പിന്നെ കീ ചെയിനൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അടുത്ത നമുക്ക് കിട്ടിയത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ടേബിൾ. അതിലേക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് നല്ല ഭംഗിയുള്ളൊരു ടേബിൾ കിട്ടി. അടുത്തത് നല്ല ഒരു ഡ്രസ്സായിരുന്നു. നല്ല ക്യാഷ്വലായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് നല്ല ഡ്രസ്സ്. അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ഇട്ട് നോക്കി, അത്യാവശ്യം നല്ല കറക്റ്റായിരുന്നു. പിന്നെ അടുത്ത കിട്ടിയത് ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിലാണ്. അതിങ്ങനെ ഒരു സെറ്റായിട്ടാണ് ഒരാൾ കൊണ്ടുവന്നത്. വാട്ടർ ബോട്ടിൽ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഇതവൾക്ക് ഇപ്പം വെള്ളം കുടിക്കുന്ന ഇതിലാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതായിട്ടാണ് ഇങ്ങനെ എപ്പോഴും വെള്ളം കുടിച്ച് അങ്ങ് നടന്നോളും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടാണെങ്കിലും, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അടുത്തത് കിട്ടിയത് ഇങ്ങനെ ഒരു ചെയർ ടേബിളിൻ്റെ ഒരു സെറ്റാണ്. അടിപൊളിയായിരുന്നു. അല്ലിക്കിപ്പം ഫുഡ് കഴിക്കുന്നതും നമ്മൾ അത്യാവശ്യം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ബുക്കൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് വായിക്കുന്ന പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ടേബിളെ കൊണ്ട് ബുക്കെല്ലാം ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് അവൾ ഭയങ്കര വായിക്കലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവൾ കാർട്ടൂൺ കാണുന്നതും ഒക്കെ അവിടെ തന്നെ ആയിരുന്നാണ്. പിന്നെ അടുത്ത കിട്ടിയത് ഞാനിങ്ങനെ അല്ലിക്ക് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു സാധനമാണിത്. നമ്മുടെ ഇങ്ങനെ ടാബ് പോലെ, അത് എഴുതിയിട്ട് നമ്മൾ ഡിലീറ്റ് ഓപ്ഷനുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കാണെങ്കിലും എഴുതണമെന്നൊരു ക്യൂരിയോസിറ്റി വരും ഇത് കാണുമ്പോൾ തന്നെ. നമ്മളിങ്ങനെ ഇരുന്ന് എഴുതും. ഞാനിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് എഴുതാറുണ്ട്. അല്ലിക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികൾക്ക് സ്കെച്ച്, പെന്ന് അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഒന്നെങ്കിൽ ഭിത്തി വരയ്ക്കും, ഇല്ല എവിടെ എന്തെങ്കിലും വരച്ച് കുളമാക്കും. ഇതാകുമ്പോൾ നമുക്ക് സേഫായിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ അതിൽ മാത്രമല്ലേ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇത് സേഫായിട്ട് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ എഴുതി പഠിക്കാനും ഒക്കെ നല്ലതാണിത്. എന്നാൽ ഒരു ഫോൺ പോലെ ഇരിക്കുന്നതുകൊണ്ട് അവർ ഫോണാണെന്ന് വിചാരിച്ച് എഴുതുകയും ചെയ്തോളും. അങ്ങനെ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോഴേക്ക് അല്ലി എഴുന്നേറ്റ് വന്നു.
ഉറങ്ങായിരുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നേൽപ്പിച്ചില്ല. അവൾ എഴുന്നേറ്റ് വരുമ്പോൾ എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് എടുത്ത് കൊടുക്കുകയാണ്. പുള്ളിക്കാരിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാം. ഇതെന്താണെന്ന് ശരിക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഒരു ഒക്കെ വെച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു. ഞങ്ങൾ എഴുതി നോക്കുകയാണ് അതിൽ. പിന്നെ ഒരു ഡ്രസ്സായിരുന്നു കിട്ടിയത്. നല്ല ഒരു ഡ്രസ്സായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഫിഷിൻ്റെയും ഇങ്ങനെ ഒരു ചൂണ്ടയിടുന്ന ടൈപ്പ് ഒരു സാധനം. ഞാൻ വീഡിയോസ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുട്ടികളിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് ബാറ്ററിയൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് പക്ഷേ അത് ചെറിയ ഫിഷാണ്. അപ്പോൾ അത് അല്ലിയുടെ കടിച്ച് ചിലപ്പോൾ അത് വായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരെ എടുത്ത് അത് വെച്ചിട്ടുണ്ട്. ഇത്തിരൂടെയൊക്കെ ആകുമ്പോഴേക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ എടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ 1-2 ഗിഫ്റ്റ് ആദ്യമേ ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഒരു ഗണ്ണിൻ്റെ സെറ്റും പിന്നെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സും ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്ത്